കോൺഗ്രസ് നേതാവ് അനിൽ അക്കര വൈകിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജി സമർപ്പിക്കും. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് രാജിയെന്ന് നേരത്തെ അനിൽ അക്കര വിശദീകരിച്ചിരുന്നു. നേരത്തെയുള്ള ധാരണ പ്രകാരമാണ് രാജിയെന്നും അനിൽ അക്കര വ്യക്തമാക്കി. നട്രാജ് പരശുറാം വിശദാംശങ്ങളുമായി. നട്രാജ്, അനിൽ അക്കര ഒരു വർഷം തികയുന്നതിന് മുമ്പേ തന്നെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. അത് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണെന്ന് അദ്ദേഹം പറയുന്നത്. ശരിക്കും എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം? ഇന്നിപ്പോൾ ഇനി നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, തൃശൂർ അടാട്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് അനിലക്കര. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അനിലക്കരയെ പോലൊരു സ്റ്റാർ കാൻഡിഡേറ്റിനെ തന്നെ ഇറക്കിക്കൊണ്ട് ഒരു അപ്രതീക്ഷിത മത്സരമാണ് പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ കോൺഗ്രസ് നടത്തിയത്. പഞ്ചായത്ത് നല്ല രീതിയിൽ തന്നെ കോൺഗ്രസ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ തന്റെ പ്രവർത്തനങ്ങൾ തുടരുമ്പോഴാണ് അനിലക്കര രാജിവെച്ച് മറ്റൊരാൾക്ക് സ്ഥാനം നൽകുന്നത്. കഴിഞ്ഞ ദിവസം തന്റെ നിലപാട് അദ്ദേഹം കൃത്യമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നേരത്തെ മത്സരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ പിന്നീട് ഒരാൾക്ക് കൈമാറുമെന്നുള്ള തീരുമാനം എടുത്തിരുന്നു. താൻ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഇതിന്റെ കാര്യങ്ങൾക്കായി തിരുവനന്തപുരത്ത് കൂടുതൽ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പുതിയ കരങ്ങളിലേക്ക് പഞ്ചായത്തിന്റെ ചുമതല സന്തോഷപൂർവ്വം കൈമാറുമെന്ന് അനിൽ അക്കര അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം രാജി സമർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അനിലക്കരയെ പോലെ ഒരു മുതിർന്ന നേതാവ് ഭാവിയിൽ തൃശൂർ DCC പ്രസിഡന്റ് സ്ഥാനമോ അതല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ ചിന്തകൾ പുറത്തുനിന്നുണ്ടാവാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ അഭിപ്രായപ്പെടുമ്പോഴും അനിലക്കര ഇപ്പോൾ പറയുന്നത് താൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ ചുമതലകൾ ഭംഗിയായി ചെയ്യാൻ വേണ്ടി അതിന് പുറപ്പെടുന്നു എന്നാണ്. മറ്റു കാര്യങ്ങളിൽ ഇപ്പോൾ പദ്ധതികൾ തനിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിൽ മത്സരിച്ച് പഞ്ചായത്ത് പിടിച്ചെടുത്ത ശേഷം ഇപ്പോൾ ആ സ്ഥാനം മറ്റൊരാൾക്ക് കൈമാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശരി നട്രാജ്.